ഒരു 3 വീക്സ് എടുത്തു ഒരു സ്കിപ്പ് ആവാൻ. അവരെൻ്റെ കണ്ടീഷൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രൈഡേ ഈവനിങ് കൊണ്ടുപോയി സ്കിപ്പ് ഇടും, എന്നിട്ട് മൺഡേ മോർണിംഗ് തന്നെ കൊണ്ടുപോകുമെന്ന് പറയും. അപ്പോൾ അത് ശരിക്കും അത് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ പാർട്ട് ടൈം അന്വേഷിച്ച് നടക്കേണ്ട ഇത്രയും കഷ്ടപ്പാടൊന്നുമില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ ഇവിടെ പാർട്ട് ടൈമിൽ ഒരു വിഷയമില്ല. ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ആ ഒരു വീഡിയോ ആണല്ലോ നമ്മളെല്ലാം ഇൻസ്പിറേഷൻ ആയി തീർന്നത്. അപ്പോൾ ആ വീഡിയോയ്ക്ക് പിന്നിലുള്ളൊരു ഹിസ്റ്ററിയാണ് നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത്. ആ ഒരു ജേർണി എങ്ങനെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു എന്താ പറയുക ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥാപനം ഇങ്ങനെ ആയിത്തീർന്നത്. ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, നമ്മൾ വീഡിയോയിൽ കണ്ടു. അപ്പോൾ ആ ഒരു തീരുമാനം എടുക്കാൻ കാരണം എന്തായിരുന്നു? അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒരു മേഖലയിലേക്ക് എനിക്ക് എത്തിപ്പെടണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഒരു സ്വപ്നമായിരുന്നോ, അതോ ഇത് വല്ല പ്രീ പ്ലാൻഡ് വല്ലതും ആയിരുന്നോ, അങ്ങനെയൊന്നും ആയിരുന്നോ? എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ജേർണി? ഇതൊരു പ്രീ പ്ലാൻഡോ ഒന്നും ആയിരുന്നില്ല, ഇതൊരു സ്വപ്നമല്ലായിരുന്നു. അങ്ങനെ സ്വപ്നമല്ലായിരുന്നു, ഒരു ബിസിനസ് തുടങ്ങണം എന്നുള്ളൊരു സ്വപ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഇതിലോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇതൊരു സ്വപ്നമായി മാറി. റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്തപ്പോൾ നമുക്ക് ഏകദേശം നമുക്കൊരു ഐഡിയ ഒക്കെ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ. അത് കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്ന് നമുക്ക് അങ്ങനെ അപ്പം നമ്മുടെ മനസ്സിൽ പ്ലാനൊന്നും ഇല്ല UK റെസ്റ്റോറന്റ് തുടങ്ങണം, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ അർജുൻ എന്ന് പറഞ്ഞ ഫ്രണ്ട് ന്യൂകാസിൽ ഇങ്ങനെ റെസ്റ്റോറന്റ് തുടങ്ങി. അപ്പോൾ അവൻ്റെ കൂടെ ഞാൻ ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് അവിടെ പോകേണ്ട ഒരു അവസ്ഥ വന്നു. എനിക്ക് കുറച്ച് ലീവ് ഉണ്ടായിരുന്നു, ഞാൻ അപ്പോൾ ഹോളിഡേ ഒക്കെ അപ്ലൈ ചെയ്ത് നിന്നപ്പോൾ അവനാ അങ്ങോട്ട് റെസ്റ്റോറൻ്റായിട്ട് പോയി. അപ്പോൾ ഞാൻ അവൻ്റെ ഒപ്പം ഒന്ന് ട്രാവൽ ചെയ്തു. ഒരു 1 വീക്ക് ഉണ്ടായിരുന്നു ന്യൂകാസിൽ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവന് റെസ്റ്റോറൻ്റായിട്ട് യാതൊരു ബന്ധമില്ല അവന്. അങ്ങനത്തെ ഒരു അപ്പം അവനെ എന്നെ മോട്ടിവേറ്റ് ചെയ്തു. എന്നുവെച്ചാൽ അവന് അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് എന്തുകൊണ്ട് തുടങ്ങിക്കൂടെ, ഇവന് ഈ പറഞ്ഞ ഒരു ബന്ധമില്ല. അപ്പം അവന് തുടങ്ങാമെങ്കിൽ അന്ന് പിന്നെ എനിക്കും കൂടി ആയിക്കോട്ടെ. അപ്പം എന്നൊരു ഇത് വന്നു. അപ്പൊ ഞാനിങ്ങനെ ചേച്ചീനെ ഒരു ദിവസം വിളിച്ചു, ചേച്ചി എനിക്ക് ഇങ്ങനെ താല്പര്യമുണ്ട്. അപ്പൊ ചേച്ചി അതും ചീത്തയായിട്ട് പറഞ്ഞേ, എനിക്ക് ചേച്ചി അത് നല്ല ചീത്ത പറഞ്ഞു. ഇത്ര നാളും എനിക്കും ഇല്ലാത്ത ഒരു സാധനം ഇപ്പൊ പെട്ടെന്ന് ചേച്ചി പല പ്രാവശ്യം ഉപദേശിച്ച. അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചി അപ്പൊ അങ്ങനെ പറഞ്ഞു. എന്നിട്ട് ചേച്ചി പറഞ്ഞാടാ നീ ഇങ്ങനെ അങ്ങനെയാണെങ്കിൽ നീ ഒന്ന് ഓനെ നോക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ നോക്കി, എനിക്കൊന്നും കിട്ടണില്ല, ചേച്ചി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും, ഞാൻ നോക്കാന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചി പറഞ്ഞു എടാ എന്നാ നീ ഇങ്ങനെ ബാറ്ററിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഒരു ചൈനീസ് ടേക്ക് അവേ ആയിരുന്നു, നീ ഒന്ന് പോയി നോക്ക്, എന്നിട്ട് കണ്ടിട്ട് കാണുവാണെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ടൈമില്ല, കുറച്ച് ടൈമേ ഉള്ളൂ. ഞാനപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു പെട്ടെന്ന് തന്നെ പട്ടണത്തിലേക്ക് വണ്ടി വന്നിട്ട് ഇവിടെ വന്നിട്ട് റെസ്റ്റോറൻറ്റ് കണ്ടു. റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ ആദ്യം ഒറ്റയടി കണ്ടപ്പോൾ കുഴപ്പമില്ല. കണ്ടപ്പോൾ ആ ഒരു എന്താ പറയാ പിക്ചറായിരുന്നു അതിനകത്ത് വീഡിയോയിൽ നമ്മൾ കണ്ടേ? അല്ല, പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന അത് അതിലും മോശമായിരുന്നു. അപ്പം അതിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൊട്ടിപ്പൊളിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെയാണത് ആ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത്. പക്ഷെ നമുക്ക് കിട്ടിയ കണ്ടീഷനിൽ നമുക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവസ്ഥയായിരുന്നു. അല്ല, ആ പൊട്ടിപ്പൊളിഞ്ഞ ഇത് വന്നപ്പോ ഈ പറഞ്ഞ പോലെ പൊട്ടിപ്പൊളിഞ്ഞൊന്നല്ല കിടന്നത്. പക്ഷെ ഈ പറഞ്ഞ പോലെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഇടാ ബിൽഡിങ് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോ നോക്കിയപ്പോ എന്നാ ചെയ്യണം ഞാൻ എൻ്റെ ഒരു മനസ്സിൽ ഇപ്പൊ ഇവിടെ റെസ്റ്റോറൻ്റ് ഒന്നും വേറെ ഇല്ല, അങ്ങനത്തെ ആ ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞ പോലെ മലയാളി കമ്മ്യൂണിറ്റിയും കുറച്ചുണ്ട്, ഒരു 10-75 ഫാമിലി ഉണ്ടെന്ന് കേട്ടു. പിന്നെ തൊട്ടടുത്തൊരു ഹോസ്പിറ്റൽ ഉണ്ട്, ഒരു 3 മിനിറ്റ്സിൽ ക്യൂൻസ് ഹോസ്പിറ്റൽ ഉണ്ട്. അപ്പൊ ഇതിന് സാധ്യതകളുണ്ടോന്നല്ല ആദ്യം അന്വേഷിച്ചു. ചേച്ചി അങ്ങനെയാ നമ്മളെ പറഞ്ഞു വിടണത്. ചേച്ചി പറഞ്ഞു നീ ആ ഏരിയയൊക്കെ ഒന്ന് നോക്ക്. അപ്പൊ ഞാൻ ഒരു ദിവസം വന്നിട്ട് ഒരു ഉച്ചയായിപ്പോ വന്നിട്ട് ഈ ഏരിയ മൊത്തം നോക്കി. അപ്പൊ ഞാൻ ചേച്ചിക്ക് എൻ്റെ കയ്യിലുള്ള റിപ്പോർട്ട് കൊടുത്തു, എന്താ ഇവിടെ ഇങ്ങനെയാണ്, ഇവിടെ മലയാളികൾ ഇത്രയും ഉണ്ട്, പിന്നെ ഇവരുടെ ഹോസ്പിറ്റലുണ്ട്. അപ്പൊ ചേച്ചി ചോദിച്ചു നിനക്ക് എന്താ തോന്നണേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചി നമുക്ക് കുഴപ്പമില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചി നമുക്ക് ഇങ്ങനെ ടേക്ക് അവേ ആയിട്ട് തുടങ്ങാം, അങ്ങനെയാണെങ്കിൽ വലിയ പണിയൊന്നും വരത്തില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി, കിച്ചൺ മാത്രം സെറ്റാക്കി എടുത്താൽ മതി. അപ്പൊ ചേച്ചി പറഞ്ഞു എടാ ടേക്ക് അവേ പോരാ, നമുക്ക് ഡൈനിങ് വേണം. അപ്പൊ ഞാൻ ചേച്ചി ഡൈനിങ് നല്ല പണിയുണ്ട് ചേച്ചി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ചേച്ചി പറഞ്ഞു എടാ അത് പറ്റില്ല, നമുക്ക് ഡൈനിങ് വേണം, അല്ലാതെ നമ്മൾ തുടങ്ങിയിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ നോക്കും. അപ്പൊ പിന്നെ എടുത്തു മീൻസ് സാധനമായി. ഞാനൊരു നമ്മളിത് പണിക്കണമല്ലോ ആരെയും കൊണ്ട്,
നമ്മളൊരാളെ കൊണ്ട് കാണിച്ചപ്പോൾ അവർക്ക് ഭയങ്കര വലിയ റേറ്റാണ് പറയുന്നത്. റേറ്റ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഒരു സ്ട്രക്ചറാക്കി തരാനാണ് ഈ റേറ്റ്, അല്ലാതെ ഫുള്ളൊരു റെസ്റ്റോറൻറ്റ് ഇങ്ങനെ ആക്കി തരാനുള്ള റേറ്റ് അല്ല, അല്ലാതെ തന്നെ ഇത്ര റേറ്റ് വരും. അപ്പോൾ നമുക്ക് അതൊരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ആ റേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ലണ്ടനിൽ റെസ്റ്റോറൻറ്റ് ആ ഒരു സെറ്റപ്പ് എല്ലാം കൂടി വരുമ്പോൾ ഇവിടെ ഒന്നും തുടങ്ങേണ്ട കാര്യമില്ല. പിന്നെ ഇവിടെ ഒന്ന് തുടങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജും കിട്ടണം. നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു ലിസ്റ്റ് ഉണ്ടാക്കി, ഇതിലിങ്ങനെ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ബിൽഡറെ ഹയർ ചെയ്തു. പിന്നെ ഇത് കുറേ പൊളിക്കാനുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു അതൊന്നും ഞാൻ പൊളിക്കത്തില്ല, നിങ്ങളെല്ലാം പൊളിച്ചു തന്നെ. അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കും, പൊളിക്കും, മേളിൽ റൂമുണ്ട്, അവിടെ പോയി കിടക്കും. അപ്പോൾ പുള്ളിയുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരാളെ ഹെൽപ്പറായിട്ട് നിൽക്കണം. അപ്പോൾ ഞാൻ രാവിലെ 7 to വൈകിട്ട് 5 മണി വരെ പുള്ളിയുടെ ഹെൽപ്പറായിട്ട് നിൽക്കണം. അത് കഴിഞ്ഞ് കിടക്കുന്ന സാധനം മൊത്തം രാത്രി ഞാൻ ക്ലിയർ ചെയ്യണം. അതിൻ്റെ ഒപ്പം തന്നെ എന്നെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാത്രം ചെയ്താൽ പോരാ, ഇത് പണി നടക്കുമ്പോൾ തന്നെ എനിക്ക് ബാക്കിയുള്ള കാര്യം കൂടി മാനേജ് ചെയ്യണം. എന്നാലല്ലോ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആവുള്ളൂ. അല്ലാതെ ഈ സാധനം ചുമ്മാ പണിതുകൊണ്ട് ഇതാവത്തില്ല. ആ പേപ്പർ വർക്ക് അതൊക്കെ ചേച്ചി സപ്പോർട്ട് ചെയ്യുക. എന്നാലും നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ പർച്ചേസിങ് ആണെങ്കിലും എല്ലാം ഈ പറഞ്ഞ ഡേറ്റിന് നമുക്ക് റെസ്റ്റോറൻറ്റ് തുടങ്ങണം. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് വരും. ഫ്രണ്ട്സ് വന്നാൽ ഈ പറഞ്ഞ പോലെ എങ്ങോട്ടും പോകണമെങ്കിൽ ഞാനും പോകണം, അല്ലാതെ അവർ മാത്രം നമ്മളാണല്ലോ പോണേ. അപ്പൊ അവർ പറയും നീ വന്നം, അല്ലാതെ ഞാൻ തന്നെ പോയിട്ട് എന്ത് ചെയ്യാൻ, അങ്ങനത്തെ ഒരു. പക്ഷെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, ബിർമിംഗ്ഹാമിലേക്ക് ബാസ് എന്ന് പറഞ്ഞ ഫ്രണ്ട്സ് ഉണ്ട്, അവനൊക്കെ വരും. അപ്പൊ പിന്നെ അവനൊക്കെ ഫാമിലി ആയിട്ട് താമസിക്കുന്നവർ നമുക്ക് അത്രയും ഇത് ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് ഓൾറെഡി ഒരു ഫാമിലി ഉണ്ട്, ഞാൻ എന്ന് പറഞ്ഞാൽ സിംഗിളാ. അപ്പൊ എനിക്ക് എന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അപ്പൊ നമ്മള് അങ്ങനെയുള്ള ഒരാളൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ അവന്റെ ഫാമിലിയിലും എന്താ പ്രശ്നമാവരുത്. ഇപ്പൊ അവൻ എൻ്റെ നല്ല ഫ്രണ്ടാണ്, പക്ഷെ നമ്മൾ അവനെ വിളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവാൻ, അങ്ങനെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. മനസ്സിലായി? ഇവിടെ പണി തുടങ്ങിയപ്പോ തൊട്ട് ഇവിടെ തന്നെയായിരുന്നു താമസവും. ഞാൻ ഈ പറഞ്ഞ പോലെ ഇവിടെ തന്നെയായിരുന്നു താമസം. അപ്പൊ ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ പണി നടക്കുകൊണ്ട് തന്നെ നല്ല പൊടി കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോ ഞാൻ അങ്ങോട്ട് അവൻ വന്നിട്ട് വിളിച്ചോണ്ട് പോകും, അവിടെ ഇവിടെ കിടക്കണ്ടെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഈ പറഞ്ഞ പോലെ വേസ്റ്റ് വന്ന് ആ വീഡിയോയിൽ കാണുമ്പോൾ വേസ്റ്റ് ഇവിടെ കിടക്കണം. അപ്പൊ ഞാൻ ആദ്യത്തെ മേളിൽ പൊളിക്കുമ്പോൾ വേസ്റ്റ് ഇവിടെ കൊണ്ടിടും. അപ്പൊ കഴിഞ്ഞിട്ട് അപ്പൊ ഈ വേസ്റ്റ് എല്ലാം എവിടെയാവും കേട്ടോ. എന്നിട്ട് പിന്നെ ഇവിടെ പണിയാനുണ്ടാവും. ഇവിടെ പണിയാൻ നേരത്തെ ഈ വേസ്റ്റ് ഞാൻ അപ്പുറം മാറ്റിയിടും. അപ്പൊ അവിടെ പണിയുണ്ടെന്ന് പറയുമ്പോൾ ഈ വേസ്റ്റ് എല്ലാം കൂടി അടുത്ത സ്ഥലത്തേക്ക് മാറ്റും. അപ്പൊ ഈ പറയും അപ്പൊ എല്ലാരും വിചാരിക്കും നീ വേസ്റ്റ് എന്തിനും ഇവിടെ നിനക്ക് കളയാൻ പാടില്ലെന്ന് ചോദിക്കും. അപ്പൊ ശരിക്കും ഇവിടെ അപ്പൊ പറയാൻ എളുപ്പമാണ്. പക്ഷെ നമ്മളിവിടെ സ്കിപ്പ് ഓർഡർ ചെയ്യണം. സ്കിപ്പിലാണ് ഇവിടെ വേസ്റ്റ്. അപ്പൊ ഞാൻ സ്കിപ്പ് ഓർഡർ ചെയ്യും. സ്കിപ്പ് ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ അവർ പറയും 1 വീക്കിനുള്ളിൽ നമുക്ക് സ്കിപ്പ് വരാമെന്ന് പറയും. അത് കഴിഞ്ഞ് 1 വീക്ക് ആയി കഴിയുമ്പോൾ സ്കിപ്പ് എന്താ വരാത്തെന്ന് പറയും. ഞങ്ങൾ കൗൺസിലിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അവർ ഇതുവരെയും പെർമിഷൻ തന്നിട്ടില്ല, ഒരു 2 ഡേയ്സും കൂടി വെയിറ്റ് ചെയ്യാൻ പറയും. അപ്പൊ 2 ഡേയ്സും കൂടി വെയിറ്റ് ചെയ്ത് പറയും ആ കൗൺസിലിൽ നമുക്ക് അപ്രൂവൽ കിട്ടില്ല, ഇത് മെയിൻ റോഡാണ്, അപ്പോൾ ഇവിടെ നമുക്ക് ഇടാൻ പറ്റത്തില്ല, അടുത്ത കമ്പനീനെ വിളിക്കും. അപ്പോൾ അവർ വിളിക്കുമ്പോൾ അവരും 1 വീക്ക് പറയും. അത് കഴിഞ്ഞിട്ട് പറയും നമുക്ക് തരാൻ പറ്റത്തില്ല എന്ന് പറയും. അവസാനം എനിക്കൊരു സ്കിപ്പ് പിന്നെ കിട്ടിയത് എനിക്കൊരു 3 വീക്സ് എടുത്തു ഒരു സ്കിപ്പ് ആവാൻ. അവരെൻ്റെ കണ്ടീഷൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രൈഡേ ഈവനിങ് കൊണ്ടുപോയി സ്കിപ്പ് ഇടും, എന്നിട്ട് മൺഡേ മോർണിംഗ് തന്നെ കൊണ്ടുപോകുമെന്ന് പറയും. അപ്പോൾ ഫ്രൈഡേ ഈവനിങ് സ്കിപ്പ് വരും ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ. അത് കഴിഞ്ഞിട്ട് ആ 2 ദിവസം കൊണ്ട് നമുക്ക് സ്കിപ്പ് ഫുള്ള് നിറയ്ക്കണം. എന്നിട്ട് മൺഡേ രാവിലെ സ്കിപ്പ് കൊണ്ടുപോകും. അതെല്ലാം തന്നെയാണ് ചെയ്തോണ്ടിരുന്നത്. തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ട്. ബേസിൽ വരും, പിന്നെ ഉക്കാശ് ഉണ്ട്, പിന്നെ ബാസി ഉണ്ട്, അങ്ങനെ കുറെ, പിന്നെ കൃഷ്ണാജി എന്ന് പറഞ്ഞ ഫ്രണ്ട്സ് അവരൊക്കെ വന്ന് സഹായിക്കും ഇടയ്ക്കിടയ്ക്ക്. പിന്നെ ഈ ഉക്കാശ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്, അവനോട് അവൻ്റെ ആനുവൽ ലീവ് ഉണ്ട്, അവനത് എടുത്തു. അവനാണ് ഈ പറഞ്ഞ, അവന് നാട്ടിലൊക്കെ ബിസിനസ് ചെറിയ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള. അപ്പൊ അവൻ ഈ പറഞ്ഞ ഇന്റീരിയർ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ അവനാണ് ഈ പറഞ്ഞ ഇത് ഇങ്ങനെ ചെയ്താൽ മതി, ഇത് നമുക്ക് ഇത്ര കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാം. പിന്നെ അവന് എല്ലാതും നല്ല കോൺഫിഡൻസ് ആവും. കട്ടയ്ക്ക് കൂടെ ആൾക്കാരുണ്ട്. അതുകൊണ്ടാട്ടോ ഇത് ഇല്ലാതെ നമ്മൾ വിട്ടു. ശരിക്കും ഇത് എത്ര നാളെടുത്തു? ഇത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് 1.5 വർഷം എടുത്ത പോലെ തോന്നുന്നു. അത്ര ഒന്നും എടുത്തില്ല, ഇതൊരു 1.5 മാസം കൊണ്ടാണ്. 1.5 മാസം കൊണ്ടാണ് നമ്മൾ ശരിക്കും. ഞാനും കൂടെ ഷിഫ്റ്റ് ചെയ്ത് സെപ്റ്റംബർ 18 ഒക്ടോബർ ലാസ്റ്റിൽ നമ്മുടെ കട സ്റ്റാർട്ട് ചെയ്തു. 1.5 മാസം. ഇത്രയും പാടൊന്നും ഇല്ല ഈ ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ. അല്ല, റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പാടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ ഇപ്പം ഞാൻ ചെയ്താൽ മറ്റേ പൊളിക്കലും വാരല്ലോ അതൊക്കെ ഒഴിവാക്കാവുന്ന പണിയൊക്കെ ഉള്ളൂ. നമുക്ക് അങ്ങനത്തെ ബിസിനസ് വാങ്ങിക്കാൻ കിട്ടും. എനിക്ക് ഫുൾ റണ്ണിങ് റെസ്റ്റോറൻറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ചിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാം. അതിനുള്ള
ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അല്ലാത്ത ഇത് പൊളി. പക്ഷെ ഇങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം, തെളിയിച്ചു കൊടുത്ത അതാ പറഞ്ഞു എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും വേണ്ടേ, ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട്, എന്തെങ്കിലും ഉപദേശം വേണമെങ്കിൽ ഇങ്ങോട്ട് ചോദിച്ചാൽ മതി, തീർച്ചയായിട്ടും പറഞ്ഞു തരും അല്ലേ. ഇൻസ്റ്റഗ്രാം ID ഫോളോ ചെയ്താൽ മതി. അപ്പം നിങ്ങളുടെ സംശയം തീർച്ചയായിട്ടും അതിൽ പറയുന്ന എന്താ പറയുക, നമ്മൾ ഓരോരുത്തരെയൊക്കെ കണ്ടുമുട്ടി, അതായത് വീഡിയോയിലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇത്രയും എന്താ പറയുക ടച്ച് ചെയ്യാന്ന് പറയത്തില്ലേ ഓരോ സ്റ്റോറിയൊക്കെ, ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് കണ്ടതിനേക്കാളും നേരിട്ട് ഇവിടെ വന്ന് അതിലുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നുന്നു, ഒരുപാട് ഇൻസ്പിറേഷൻ നമുക്ക് തോന്നുന്ന നിമിഷമാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അതിൻ്റെ ഈ സ്റ്റോറി കേൾക്കുന്ന ഓരോരുത്തർക്കും, അതുപോലെ ഈ UK പ്രത്യേകിച്ച് സ്റ്റുഡൻസ് ആയിട്ട് വന്നല്ലേ ഡിപ്പെൻഡൻറ്റ് വിസയിലൊക്കെ വന്നിട്ട് ജോലി അന്വേഷിക്കുന്ന എല്ലാവർക്കും ഇവിടെ സാധ്യതകളുണ്ടെന്നാണ് അതിൻ്റെ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ പറഞ്ഞോളൂ. എന്നിട്ട് പിന്നെ അത്ര നാള് 1.5 മാസം എടുത്തോളൂ. നമുക്ക് ഈ അവസാനമായിപ്പോയി എന്ന് പറയുമ്പോൾ ബിൽഡറെല്ലാം പണി, ഇനി നമ്മുടെ കയ്യിലുള്ള മാത്രം പണിയുള്ളൂ. ഇത് നമ്മളാണ് ഈ പറഞ്ഞ ഇനിയുള്ള പണിയെല്ലാം നമ്മളെ ചെയ്യേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ ഒരു സൈഡിൽ പണി തുടങ്ങുമ്പോൾ നമുക്കിങ്ങനെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം. പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എന്ത് സാധനം വാങ്ങിച്ചാലും വലിയ കാർട്ടുകളായിരിക്കും. എന്ത് വാങ്ങിച്ചാലും അതെ, ചെറിയൊരു ഇപ്പോൾ ഒരു പ്ലേറ്റ് തന്നെ ഒരു 5 വാങ്ങിച്ചാൽ തന്നെ വലിയ കാർട്ടുകൾ. പിന്നെ അതിൻ്റെ വേസ്റ്റായി, അതിൻ്റെ വേസ്റ്റ് എന്ന് പറയും. അങ്ങനെ വേസ്റ്റ് ഭയങ്കര എനിക്ക് ഏറ്റവും വേസ്റ്റ് ആയിരുന്നു എനിക്ക്. പിന്നെ നമ്മുടെ തൊട്ടടുത്ത് റീസൈക്ലിംഗ് സെന്റർ ഉണ്ടായിരുന്നു, നമ്മളവിടെ കൊണ്ടുപോയി കളയും. അവിടെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു പ്രാവശ്യം പോകുമ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പ്രാവശ്യം പോയി ഇങ്ങനെ ചെല്ലും കേട്ടോ, ഒരു പ്രാവശ്യം വേസ്റ്റിൻ്റെ കളയും. എന്നിട്ട് പുള്ളി പറയും ഇനി നിങ്ങൾ വന്നെങ്കിൽ ഒരു ബിന്നിന് എത്രയാ 10 പൗണ്ട് വെച്ച് തന്നെ പറയും. അവിടെ നമ്മുടെ അടുത്ത് ചെയ്യും. അപ്പൊ പറയും എങ്ങനെയാന്ന് പേ ചെയ്യാന്ന് പറയും. അപ്പൊ പറയും നമ്മൾ വിചാരിക്കും നമ്മുടെ നാടിനേക്കാളും വലിയ ഉണ്ടായപ്പോ ഇവിടെ ഇങ്ങനത്തെ ഈ കേസിലൊക്കെ. അപ്പൊ ഇപ്പൊ ഇവര് പറയും ഞാൻ അങ്ങനെ പൈസ വെച്ചെന്ന് പറയുമ്പോൾ ഇവര് പറയും നിങ്ങൾ അങ്ങനെ എടുക്കുമ്പോൾ വീഡിയോ എടുത്തിട്ട് എന്താ അയച്ചു കൊടുക്കാൻ പറയും ഇറക്കി. അങ്ങനെ കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നാളെ ബിന്ന് കളയാൻ പോകുമ്പോൾ അവരെ തന്നെ പിന്നെയും കാണേണ്ടി വരും. അപ്പൊ ഇത്രയൊക്കെ ഈ ഒരു എന്താ പറയാ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ഓരോ വഴിത്തിരിവുകൾ, അതായത് ഓരോ സാഹചര്യങ്ങളാണ് അതിനെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു ഫീൽഡിലേക്ക് എത്തിച്ചതല്ലേ. അപ്പം ഇനി ഈ ഫീൽഡിൽ നിന്നുകൊണ്ട് അപ്പോൾ ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ ഒരു തീരുമാനം ഇപ്പൊ വന്നിട്ടുണ്ടാവുമല്ലോ. ഇനിയിപ്പോ ഏതായാലും ഈ ഒരു ഫീൽഡ് വിടത്തില്ല എന്നുള്ളത് ഉറപ്പായി അല്ലേ. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതാണ് എൻ്റെ മേഖല എന്ന് അല്ലേ, നമുക്ക് ഉറപ്പിച്ച ഒരു ഘട്ടത്തിലെത്തിയപ്പം ഇനിയും ഇവിടെ നിന്നുകൊണ്ട് ഇനി അടുത്ത സ്റ്റേജിലേക്ക് അല്ലെ ഇനിയൊരു സ്വപ്നം എന്ന് പറയുന്നത് അല്ലെ ഇനിയൊരു പ്ലാൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫ്യൂച്ചർ പ്ലാൻ എന്തായിരിക്കും? പക്ഷെ എനിക്ക് നിലവിൽ എനിക്കിപ്പോൾ ഇത് ഒന്ന് വിജയിപ്പിച്ചെടുക്കണം, അതാണ് ഇപ്പോൾ ഇവിടെ ഇന്ത്യൻ ഫുഡ് മാത്രമേ ഉള്ളൂ അതോ നമ്മുടെ, അതായത് ഇന്ത്യൻ ഫുഡ് എന്ന് പറഞ്ഞാല് നമ്മുടെ കേരള ഫുഡ് മാത്രമേ ഉള്ളൂ അതോ എല്ലാം? നിലവിൽ നമ്മള് കേരള ഫുഡ് മാത്രമാണ് കൊടുക്കാൻ മലയാളി കമ്മ്യൂണിറ്റിനെയാണ് നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം. അല്ല എല്ലാവരും ചെയ്യാനിക്കുമ്പോൾ എല്ലാവരെയും ഇങ്ങോട്ട് നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്, നമ്മുടെ പറ്റില്ല. നമുക്ക് എല്ലാവർക്കും മലയാളികൾക്ക് നല്ല ഫുഡ് കൊടുക്കുക, അതാണുള്ളൂ. ഇനിയിപ്പോൾ മലയാളി ഫുഡ് ഇഷ്ടപ്പെടണേ മറ്റുള്ളവർക്ക് മലയാളി ഫുഡ് കൊടുക്കാം, അല്ലാതെ നമുക്ക് അവർക്ക് വേറെ ഫുഡ് ഇവർക്ക് വേറെ ഫുഡ് അങ്ങനത്തെ ഒരു പരിപാടി. അപ്പോൾ ഇപ്പം ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഒരു ഫീൽഡിൽ ഇതുപോലെ സ്റ്റുഡൻ്റ് ആയിട്ടാണേലും ഡിപ്പെൻഡൻ്റ് ആയിട്ടാണെങ്കിലും വന്നിരിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. 6, 8, 10 മാസമായിട്ട് ജോലിയില്ലാതെ നടക്കുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കും അറിയാം. അപ്പം ഇങ്ങനെയുള്ളവർക്ക് അതിൻ്റെ ഈ ഒരു അനുഭവത്തിൽ നിന്ന് ഇവർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്തായിരിക്കും? ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരാൾ വിചാരിച്ച് കഴിഞ്ഞാൽ 5 പേരെ രക്ഷപ്പെടുത്താൻ പറ്റും ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച്. ഈ പാർട്ട് ടൈം ഇല്ലാതെ നടക്കുന്നവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അവങ്ങളോട് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. പക്ഷേ ഇതിനകത്ത് വേറൊരു നാട്ടിലിപ്പോൾ ഇതുപോലെ ഇപ്പോൾ ആദിൽ എന്ന് പറയുന്ന ആ വ്യക്തി എഞ്ചിനീയറിംഗ് ആയിരുന്നു അല്ലേ, എഞ്ചിനീയറിംഗ് പഠിക്കാൻ വന്ന ആളാണ്. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. അതാ പറഞ്ഞ എഞ്ചിനീയറിംഗ് ഫീൽഡിലൊക്കെ ജോലി തപ്പണവരോട് എനിക്കതറിയില്ല. ഞാൻ പറഞ്ഞ അങ്ങനെയുള്ളവരോടൊന്നും നമുക്ക് അത്രയും ഇതൊന്നും ഇല്ല, അതൊക്കെ അവർ തപ്പി കണ്ടുപിടിക്കും. ഞാൻ പറഞ്ഞൊരു നിലനിൽപ്പിന് വേണ്ടി ഒരു ജോലി കിട്ടുന്നവർക്കുടെ കേസാണ് ഞാൻ പറഞ്ഞോളൂ. അവർക്ക് ജോലി കിട്ടും ഇവിടെ. അത് ഈ പറഞ്ഞ എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യാനും പറ്റും. വൈറ്റ് കോളർ ജോലി മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളവർക്ക് അവർ ഈ പറഞ്ഞ പോലെ ലിങ്ക്ഡിനും മറ്റതും മറച്ചതൊക്കെ നോക്കേണ്ടത്. അതിനെ പിന്നെ നമുക്ക് അറിയാം. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവിടെ വന്നിട്ട് പട്ടിണി കിടക്കേണ്ട കാര്യമില്ലാതെ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേത് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പാർട്ട് ടൈം കിട്ടാനൊന്നും ഒരു പാടുമില്ല. ഇനിയിപ്പോ വൈറ്റ് കോളർ ജോബ് തന്നെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല, നമുക്ക് അറിയാവുന്ന കാര്യത്തെ പറ്റി എനിക്ക് പറയാൻ പറ്റും. അപ്പൊ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ഇപ്പം എത്ര പേരുണ്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്? അതിൽ ഒറ്റയ്ക്കാണോ അതോ സഹായിക്കാൻ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? നിലവിൽ ഇപ്പൊ വീക്കെൻഡ്സിൽ ഞങ്ങൾ 3 പേരുണ്ടാവും.
ഓക്കെ. ഫ്രൈഡേ സാറ്റർഡേ. ഇവിടെ സർവീസ് ഒക്കെ എപ്പോഴാ? സർവീസ് നമ്മൾ മൺഡേ ടു ഫ്രൈഡേ 3 to 10 ഈവനിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ വീക്കെൻഡ്സിൽ 12 to 10 അങ്ങനെ. അപ്പോൾ ഒരുപാട് സന്തോഷം കണ്ടതിൽ, സംസാരിക്കാൻ പറ്റിയതിലും, ഒരുപാട് നല്ല കാര്യങ്ങളല്ല, ഒരുപാട് ഇൻസ്പിറേഷൻ ആകുന്ന ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റിയ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇനിയും എന്താ പറയുക, അങ്ങോട്ട് മുന്നോട്ടുള്ള യാത്രയിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്.